മൈക്ക് ടൈസൺ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കൊരു ചാമ്പ്യൻ ആകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഇവിടെ അതായത് ഒരു ചാമ്പ്യനെ പോലെ നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള ഓവർ ട്രേഡിങ്, ഇമോഷണൽ ട്രേഡിങ് ഇതെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. ഇന്ന് ഞാൻ ലൈവ് സെഷൻ ഇല്ലായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ എല്ലാ ദിവസവും ട്രെയിൻ മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നില്ലാതിരുന്ന വേറൊന്നുമല്ല, ഇതൊരു സ്പെഷ്യൽ ബാച്ച് ഉണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു സ്പെഷ്യൽ 1 ഡേ ഫുൾ ബാച്ച് ആയിരുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, മൈൻഡ് മാനേജ്മെന്റ് ഇതെല്ലാം തന്നെ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്സ് അല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സെഷൻ തന്നെയായിരുന്നു അത്. വെൽ ദാറ്റ് വാസ് ഓസം. ഒരു ആഡ് ഓൺ ആയിട്ട്, ഒരു ബോണസ് സെഷൻ ആയിട്ട് നമ്മൾ ഇച്ചിരിയും കൂടെ അവർക്ക് സെഷൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് എന്നാൽ മാർക്കറ്റ് നമ്മൾ സ്റ്റിൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീമിൽ നിന്ന് ഇന്ന് അസർ ലൈവ് ട്രേഡ് ഓൾറെഡി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ അലൈഡ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ലെവൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു എൻട്രീസ് എല്ലാം. 2 എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പും ബാങ്കും അത് രണ്ടും ഫൈനൽ ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു എല്ലാവരും ഒരുമിച്ച് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സി ഹിയർ, നിഫ്റ്റി ഇന്നൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു നിഫ്റ്റിയുടെ ഫോള് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ മാർക്കറ്റ് വീഴാം എന്നുള്ളത്? ഇല്ല, നാളെ മാർക്കറ്റ് ബെയറിഷ് ആണോ നിങ്ങൾ? വെൽ, ഞാൻ ബെയറിഷ് അല്ല, ഞാൻ സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, സി ഈ ഒരു ഫോള് സെർട്ടൺ ലെവലിൽ നിന്ന് നിഫ്റ്റി അസർ ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് എന്നാ നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു എൻട്രി, നല്ലൊരു എക്സിറ്റ് തന്നെയായിരുന്നു. പലരും ജസ്റ്റ് എൻട്രിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഫോക്കസ് ആണ്. ഫോക്കസ് വേണം, ബട്ട് എന്നാൽ എക്സിറ്റ് വേണം. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങാത്തതാണ് പലരുടെയും പ്രശ്നം. പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കൺസേൺ ആണ്, സാർ പലപ്പോഴും ഞാൻ PNL പച്ച കാണാറുണ്ട്, ബട്ട് ഇറങ്ങുമ്പോൾ ലോസിലാണ്. രാവിലെ പച്ചയാണ്, ബട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലോസിലാണ്. എന്താണ് ഓവർ ട്രേഡിങ്? ദെൻ എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതായത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, എവിടെ പ്രോപ്പർ ആയിട്ട് എക്സിറ്റ് ചെയ്യണം എന്നറിയാത്തൊരു കാര്യമാണ് പ്രശ്നമായിട്ടുള്ളത്. സോ നാളെ നമുക്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് 24,340, ലെറ്റ്സ് സേ 24,350ക്ക് മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ബുള്ളിഷ് ആയിരിക്കും നിഫ്റ്റിയിൽ. എവിടം വരെ? പ്രീവിയസ് ഹൈ വരെ നമുക്ക് സ്മൂത്ത് ആയിട്ട് റാലി ക്യാച്ച് ചെയ്യുന്നതാണ്. നല്ലൊരു മൊമെന്റം കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. നാളെ ഏത് രീതിയിൽ വേണേൽ മാർക്കറ്റ് ഓപ്പൺ ആകാം, ഗ്യാപ്പ് അപ്പ് ആകാം, ഫ്ലാറ്റ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ ഇരിക്കുന്നതായിരിക്കും. സോ നമ്മുടെ അലർട്ട് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ജസ്റ്റ് 999 റുപ്പീസ് മാത്രമാണ് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വരുന്ന ഞായറാഴ്ച രാത്രി 9 മണിക്ക് ട്രെയിൻ മാക്സ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്രീ വെബിനാർ, ടോട്ടലി ഫ്രീ വെബിനാർ ഹോസ്റ്റ് ആകുന്നുണ്ട്. താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, അതിനകത്തോട്ട് മാത്രം ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസും കാര്യവും എല്ലാം നിങ്ങൾക്ക് ലേറ്റർ അവിടുന്ന് ഷെയർ ആകുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. സോ ബാക്ക് ടു അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ആൻഡ് പ്രീ. ഓക്കെ, സോ ഹിയർ നിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ച് കാരണം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നാളെ ലൈവിൽ ഞാൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. സോ നിഫ്റ്റി ബാങ്ക്, സി ഹിയർ, നിഫ്റ്റി ഇന്ന് ഇങ്ങനെ ഫോള് വന്നിട്ട് ഒരു കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ നന്നായിട്ട്. സോ ലേറ്റർ ബുൾസ് ആ ഒരു ഫൈറ്റ് വിൻ ചെയ്യുകയും അത് ലേറ്റർ ഓൾമോസ്റ്റ് 52,244ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിന് മുകളിൽ നല്ലൊരു മൊമെന്റം തരികയാണെങ്കിൽ നമുക്കൊരു 52,387 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ലേറ്റർ നമുക്കൊരു 52,600 വരെ നാളെ ബാങ്ക് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. വെൽ, നാളെ ടു സംവാൺ നാളെ ഒരു ഫോൾ വരികയാണെങ്കിൽ നമ്മൾ ബെയറിഷ് ട്രേഡ് എടുക്കാനായിട്ടുള്ള സെർട്ടൻ ലെവൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ നോക്കാം. ലൈവിൽ തന്നെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ലെവൽസും സെയിം രീതിയിലാണ് നിൽക്കുന്നത് ആസ് ഓഫ് നിഫ്റ്റി ബാങ്ക് പോലെ. ഇത് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ലെവൽ, അതായത് ഒരു 23,614 23,620ക്ക് മുകളിൽ ഫിൻ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു മൊമെന്റം കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ പോസിറ്റീവ് കോറിലേഷൻ, മൊമെന്റം ട്രേഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ നാളെ ട്രേഡ് ചെയ്യുക. ഒരുമിച്ച് പോലെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് മിഡ് ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിഡ് ക്യാപ്പ് ഏത് ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിൽ നമ്മൾ ഇന്ന് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് തന്നിട്ടും ഉണ്ടായിരുന്നു. റൈറ്റ്.
പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് മിഡ് ക്യാപ്പ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1:5.46 ആയിരുന്നു നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവ് ട്രേഡിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ട്രേഡ് എങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അവിടെ സ്മൂത്ത് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ ഞാൻ നാളെ മിഡ് ക്യാപ്പിൽ പ്രിഫർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 12,400 മുകളിൽ നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ തന്നെ ഒരു 40% 50% മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ നോക്കാവുന്നതാണ്. വെൽ എൻ്റെ വ്യൂ ഇത്ര ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഞാൻ നാളെ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പിൽ ഞാൻ ബുള്ളിഷ് ആണ്. നിഫ്റ്റി എക്സ്പയറി ആണ് നാളെ. സോ നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ, നേക്കഡായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട ദിവസം തന്നെയാണ്. ബട്ട് നാളെ നല്ലൊരു മൊമെന്റം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ലൈവിൽ കാണാം. ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.